പറഞ്ഞുകൊണ്ട് മനുഷ്യപുത്രൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ പിശാച് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളിൽ ക്ഷണനേരത്തിൽ അവനെ കാണിച്ചു. ഈ അധികാരമൊക്കെയും അതിൻ്റെ മഹത്വവും നിനക്ക് തരാം. അത് എങ്ങനെ ഏൽപ്പിച്ചിരിക്കുന്നു? എനിക്ക് മനസ്സുള്ളവനെ ഞാൻ കൊടുക്കുന്നു. നീ എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം നിൻ്റേതാകുമെന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ അവനെ യെരൂശലേമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദൈവാലയത്തിൻ്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവത്തിനെങ്കിൽ ഇവിടെ നിന്ന് താഴോട്ട് ചാടുക. നിന്നെ കാപ്പാൻ അവൻ തൻ്റെ ദൂതന്മാരോട് നിന്നെക്കുറിച്ച് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം അവൻ നിന്നെ കൈകൾ താങ്ങിക്കൊള്ളുകയും ചെയ്യും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് അരുളി ചെയ്തിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. മതി പ്രാർത്ഥന. ദൈവമായ കർത്താവേ, സത്യവചനത്തിന് മുൻപാകെ ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ ആയിരിക്കുന്ന കർത്താവേ, പ്രത്യാശയുടെയും സന്തോഷത്തിൻ്റെയും ദൂതം ഞങ്ങൾക്ക് ലഭ്യമാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. നിങ്ങൾ വെറുതെ വന്നല്ല കർത്താവേ, ഒരു സമാധാനത്തിൻ്റെ ദൂത് ഞങ്ങൾക്ക് ലഭ്യമാൻ തക്കവണ്ണം ഈ വലിയ നോമിൻ്റെ നാളുകളിൽ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. നിൻ്റെ കരുണയും കൃപയും ഞങ്ങളോടുകൂടെ ഇരുന്നാട്ട് വചനം പറയാനുള്ള അനുഗ്രഹവും ദൈവകൃപയും ബലഹീനദാസനായിരിക്കുന്ന അടിയനെ നൽകി തരണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ജനത്തെ കൂട്ടിവരുത്തിയല്ലോ, അവരെ എല്ലാ നന്മകളാലും നിറച്ചാട്ട് കർത്താവേ. യേശു നാമത്തെ അടിയങ്ങളുടെ പ്രാർത്ഥന ദയവുണ്ടായി കേൾക്കുമാറാകണമേ. നമ്മുടെ യേശു കർത്താവ് നോമിൻ്റെ 40 ദിവസം ഈ മരുഭൂമിയിലുള്ള തീവ്രമായ ഉപവാസത്തിലൂടെ കർത്താവ് കടന്നു പോവുകയാണ്. കർത്താവിൻ്റെ ഈ തീവ്രമായ ഉപവാസത്തിന് മുമ്പിലും മരുഭൂമിയിലുള്ള ജീവിതാനുഭവങ്ങളുടെ മുമ്പിലും നമ്മൾ നോക്കുന്ന നോമ്പ് ഒന്നുമല്ല എന്നുള്ളതാണ് വാസ്തവമായിരിക്കുന്ന കാര്യം. നമ്മൾ ചില ഭക്ഷണ ഭക്ഷണപദാർത്ഥങ്ങൾ ഒരു വർജനം വരുമ്പോൾ പോലും അത് നമുക്ക് പലപ്പോഴും സഹിക്കാനോ വഹിക്കാനോ പറ്റാതെ പോകുന്ന ആളുകളായിട്ടാണ് പലപ്പോഴും മാറുന്നത്. എന്നാൽ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ നിന്നുകൊണ്ട് 40 രാവും 40 പകലും തീവ്ര ഉപവാസത്തിലേക്ക് കർത്താവ് ആയിരിക്കുന്നതും അവസാനം വീണ്ടും കർത്താവിനെ പരാജയപ്പെടുത്തുവാൻ, കർത്താവിൻ്റെ ദൈവരാജ്യ പദ്ധതിയെയും മിശിഹാ ദർശനത്തെയും തകർത്ത് കളയാൻ വേണ്ടി വീണ്ടും പരീക്ഷകൻ പിശാച് കർത്താവിന് പരീക്ഷയുമായിട്ട് ചെല്ലുന്നത് കർത്താവിൻ്റെ ഈ ക്രൂശിൻ്റെ മാർഗത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഈ പിശാചിൻ്റെ ഈ ഗൂഢാലോചനയും ഗൂഢശ്രമത്തെയും കർത്താവ് പരാജയപ്പെടുത്തുന്നതിൻ്റെ സുന്ദരമായ ഒരു ഓർമ്മയാണ് ഈ വിശുദ്ധ കുർബാനയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ വൈകിട്ട് പറഞ്ഞു, നമ്മൾ പലപ്പോഴും ചിന്തിക്കും ഇത് കുറച്ച് പ്രായമുള്ള നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി മാത്രമുള്ള കുർബാനയായിട്ട് ചിലരൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുക. എന്നാൽ ഈ കുർബാനയെ നമ്മൾ അവരെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയും അവരുടെ സാന്നിധ്യം വിലമതിക്കുകയും ചെയ്യുന്നു എന്നുള്ളതിന് യാതൊരു സംശയമൊന്നുമില്ല. ഇത് സഭ മുഴുവനായിട്ട് ആചരിക്കപ്പെടേണ്ട വലിയ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണ് വലിയ നോമ്പിൻ്റെ നാളുകളിൽ 40 ദിവസത്തെ ഈ ശുശ്രൂഷയുടെ ഓർമ്മയെന്ന് പറയുന്നത്. അത് പലപ്പോഴും അതിൻ്റെ യഥാർത്ഥ അർത്ഥവും വാസ്തവവും അതിൻ്റെതായിട്ടുള്ള യഥാർത്ഥ ലക്ഷ്യവും മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ആരാധനയിലൊക്കെയുള്ള നമ്മുടെ പങ്കാളിത്തങ്ങൾ കുറഞ്ഞു വരുന്നത് എന്നുള്ളതാണ് സങ്കടകരമായ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇനി 40 ദിവസങ്ങൾ കഴിഞ്ഞു. ഇന്ന് 41ാമത്തെ വലിയ നോമ്പിൻ്റെ ദിവസത്തിൽ നമ്മളായിരിക്കുന്നു. അത് പല കാരണങ്ങൾ കൊണ്ടാണ് ഈ 41ാം ദിവസം വരുന്നത്. ചിലപ്പോൾ നമുക്കൊരു ആശയക്കുഴപ്പമൊക്കെ ഉണ്ടാകും. കാരണം സഭയുടെ ഒരു രീതി അനുസരിച്ച് നമ്മൾ പോകുമ്പോൾ ചിലപ്പോൾ ഫെബ്രുവരി മാസത്തിൻ്റെ ഒരു കണക്ക് വരുമ്പോൾ 28, 29 ഒരു ദിവസം കൂടുതൽ വരും ചിലപ്പോൾ. അല്ലെങ്കിൽ നമ്മൾ ഈ നോമ്പ് നമ്മൾ പ്രത്യേകിച്ച് ക്രമീകരണം നമ്മൾ പേതൃത്വ ഞായർ കഴിഞ്ഞിട്ട് ശുഭകാന അനുരഞ്ജനത്തിന് ശുശ്രൂഷ തുടങ്ങുന്ന തിങ്കളാഴ്ച മുതലാണ് നോമ്പിൻ്റെ ഒരു ആചരണം. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ സംഖ്യയിൽ 40, 41 ഒക്കെയുള്ള ചെറിയ വ്യത്യാസങ്ങൾ വരുന്നത്. അതെണ്ണി നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാകുന്ന കാര്യമാണ്. എന്നാൽ വളരെ ലളിതമായി ഈ ഒരു ധ്യാനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ, എന്താണ് പരീക്ഷ, എന്തിനാണ് പരീക്ഷ? നമ്മളെല്ലാം ജീവിതത്തിൽ പല ചെറുതും വലുതുമായ പരീക്ഷകളെ അഭിമുഖീകരിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന പല പ്രിയപ്പെട്ടവർ 70 വയസ്സായവരുണ്ട്, അപ്പുറത്തോട്ട് കഴിഞ്ഞവരുണ്ട്, അല്ലേ? ഇപ്പോൾ അവരുടെ എല്ലാം ഒരു ജീവിതത്തെ നമ്മൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അനേക പരീക്ഷകളിലൂടെ കടന്നു പോയിട്ടുള്ള ആളുകളാണ്, അല്ലേ? ദൈവം നമുക്ക് പരീക്ഷകളെ തരുന്നത് നമ്മുടെ ഒന്ന് മാറ്റുരച്ച് നോക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ളതാണ്. ദൈവനിയോഗങ്ങൾ ചെയ്യുവാനുള്ള ഒരു ആത്മബലം നമുക്കുണ്ടോ എന്നുള്ളത് ദൈവം നമുക്ക് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം നമുക്ക് പരീക്ഷകളെ തരുന്നത്. ചില ലോഹങ്ങളൊക്കെ ഉരുക്കി ഒരച്ചൊക്കെ നോക്കുമ്പോഴാണ് അതിൻ്റെ മാറ്റം മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. സ്വർണ്ണമാണെങ്കിലും മറ്റു ചില ലോഹങ്ങളൊക്കെ ആണെങ്കിലും ഈ മെറ്റലുകൾ അത് ഉരുക്കുമ്പോഴും ഒന്ന് ഒരച്ചു നോക്കുമ്പോഴും ഒക്കെ ഇപ്പം പുതിയ മെഷീൻസ് ഒക്കെ ഉണ്ട്. അതിൻ്റെ ഒരു
എത്രത്തോളം തങ്കം അതിനകത്ത് അടങ്ങിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് പഠിക്കുവാൻ തക്കവണ്ണം സാധ്യമായി തീരുന്നത്. യാക്കോബ് അപ്പോസ്തലൻ യാക്കോബ് എഴുതിയ ലേഖനം 1:12 നമ്മൾ വായിക്കുന്നുണ്ട്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അതാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനും കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. പരീക്ഷകളെല്ലാം നമുക്കൊരു സമ്മാനം തരാൻ വേണ്ടി അല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങള് സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലൊക്കെ പരീക്ഷ എഴുതുമ്പോൾ അവർക്ക് റാങ്ക് ഒക്കെ കിട്ടിയാൽ യൂണിവേഴ്സിറ്റിയോ കോളേജ് ബോർഡോ ഒക്കെ അവരെ പ്രത്യേകം സ്നേഹിക്കും, ആദരിക്കും അല്ലേ? അപ്പോൾ ഈ ലോകത്തിൽ നമ്മൾ എന്നും പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുക. ചിലർ പറയാറുണ്ട്, ഞങ്ങൾക്ക് PhD ഒന്നും പഠിക്കാൻ, ഡോക്ടർ സ്റ്റഡി ഒന്നും പഠിക്കാനുള്ള അവസരവും സാഹചര്യവും കിട്ടിയില്ല. പക്ഷെ ജീവിതത്തിന്റെ യൂണിവേഴ്സിറ്റി ഞാൻ ഇപ്പോൾ PhD എടുത്തുകൊണ്ടിരിക്കുക അല്ലേ? നമുക്ക് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. ജീവിതത്തിന്റെ യൂണിവേഴ്സിറ്റിയിൽ PhD എടുത്ത ഒത്തിരി ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും അല്ലേ? പൊള്ളുന്ന അനുഭവങ്ങളിൽ പതറാതെ നിന്നുകൊണ്ട് കർത്താവിനെ പോലെ ജീവിതത്തിൽ വളരെ വിജയോത്സവമായിട്ട് മുമ്പോട്ട് പോകുവാൻ തക്കവണ്ണം അവർക്ക് സാധിക്കുന്നു. അതുകൊണ്ട് പരീക്ഷകൾ എന്ന് പറയുന്നത് it is enabled to us to conquer the sin. നമ്മളെ പാപത്തെ കീഴടക്കുന്നതിന് വേണ്ടി നമ്മളെ ശക്തീകരിക്കുന്ന ഒന്നാണ് പരീക്ഷ എന്ന് പറയുന്നത്. എക്സാമിനേഷൻ ജീവിതത്തിൽ ദൈവം തരുന്നത് പാപത്തെ കീഴടക്കുന്നതിന് വേണ്ടിയാണ്. ദൈവം നമുക്ക് ചില പരീക്ഷകളെ തരുന്നത്. It makes us to be good. നമുക്ക് ചില പരീക്ഷണങ്ങൾ ദൈവം തരും നമ്മളെ നല്ല മനുഷ്യരാക്കുന്നതിന് വേണ്ടിയാണ് അല്ലേ? നമുക്ക് ദൈവം ചില പരീക്ഷകളെ തരും നമ്മളെ കുറച്ചുകൂടെ സ്ട്രോങ്ങർ അല്ലെങ്കിൽ ബലമുള്ളതായിട്ട് അല്ലെങ്കിൽ ശുദ്ധീകരിക്കപ്പെടുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ കുറച്ചുകൂടെ നല്ല ജീവിതാനുഭവങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് നമുക്കിവിടെ വായിക്കുവാൻ സാധിക്കുന്നത്. പരീക്ഷ എവിടെ വെച്ചാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? നമുക്ക് പരീക്ഷയൊക്കെ എഴുതാൻ നമ്മളെവിടെ പോകും? ഒന്ന് സ്കൂളിൽ പോകും, കോളേജിൽ പോകും അല്ലേ? അല്ലെ ചില സെന്ററുകളൊക്കെ കാണും. ഇപ്പം നീറ്റിന്റെ പരീക്ഷ വരുന്നു അല്ലേ? അല്ലെങ്കിൽ മറ്റു പല എൻട്രൻസുകളൊക്കെ വരുമ്പോൾ പരീക്ഷ എഴുതാൻ സെന്ററുണ്ട്. യേശുവിന്റെ പരീക്ഷ എവിടെയാണ് സെന്റർ? മരുഭൂമിയാണ്. പൊള്ളുന്ന മരുഭൂമിയിൽ ഇരുന്നു കൊണ്ടല്ലേ? ഇത്രയും ഫാനിട്ടിട്ട് നമുക്ക് ഇതിന്റെ അടിയിൽ ഇരുന്നിട്ട് നമ്മളെ വേർക്കുന്നുണ്ട് ഈ ചുട്ടുപൊള്ളുന്ന വല്ലാത്ത അത്യുഷ്ണമുള്ള ഈ ഒരു സമയത്ത്. ഇപ്പോൾ പറയുന്ന ഒരു 4 പതിറ്റാണ്ട് കൂടി കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ചൂടിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരു 40 വർഷത്തിനകത്ത് ഇത്രയും വലിയ ചൂട് വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. 43-44 ഡിഗ്രിയിലൊക്കെയാണ് പുനലൂര് പട്ടണം പോകുന്നത്. അതൊക്കെ ഗൾഫിന്റെ പ്രദേശത്തെ കാലാവസ്ഥ. സഹിക്കാൻ പറ്റാതെ വല്ലാതെ ഇന്ന് രാത്രിയിൽ കിടക്കുമ്പോൾ ആളുകൾക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ലെന്നാണ് ഒരു പ്രയാസവും പരാതിയൊക്കെ പറയുന്നത്. ഒരു വല്ലാത്ത സാഹചര്യം ഇവിടെ കടന്നു. ഇതിനപ്പുറത്തുള്ള ചൂടിൽ നിന്നുകൊണ്ടാണ് കർത്താവ് തന്റെ ജീവിതത്തിന്റെ പരീക്ഷയെ നേരിടുന്നു എന്നുള്ളതാണ്. പരീക്ഷ എത്ര നാൾ, എത്ര പ്രാവശ്യം? നമുക്ക് ചിലപ്പോൾ ഒരു വാർഷിക പരീക്ഷയേ ഉള്ളൂ അല്ലേ? എന്നാൽ കർത്താവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. പിശാചവനെ വിട്ടുപോയി എന്ന് പറയുന്നുണ്ട്. കുറെ കാലത്തേക്ക് മാത്രമാണ് വിട്ടെന്ന് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു. അങ്ങനെ പിശാച് കർത്താവിനെ സ്ഥിരമായിട്ടൊന്നും വിട്ടുപോയില്ല. ഇടയ്ക്കിടയ്ക്ക് പരീക്ഷകൾ വന്നുകൊണ്ടേയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിന്റെ അവസാനം വരെ കർത്താവിന് പിശാച് പരീക്ഷകൾ ഒരുക്കിക്കൊണ്ടേയിരുന്നു എന്നുള്ളതാണ് ഈ ഭാഗത്തുള്ള വായനയിൽ പറയുന്നത്. അതുകൊണ്ട് ഒന്നാമത്തെ പരീക്ഷ എന്ന് പറയുന്നത് ദൈവം നൽകിയ സ്ഥാനമാനങ്ങളെ ഭൗതികത ആർജിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് അല്ലേ? ബിഷപ്പാണ് ഒരു പ്രശ്നം. അപ്പം മനുഷ്യന്റെ ജീവിതം തുടങ്ങിയ കാലം മുതൽ തന്നെ മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളൊന്നാണ് അപ്പത്തിന് വേണ്ടിയുള്ള ദാഹം എന്ന് പറയും. അതിനുവേണ്ടിയാണ് മനുഷ്യൻ ഈ ലോകം മുഴുവൻ സഞ്ചരിക്കുന്നത് പ്രധാനമായിട്ടും അല്ലേ? മനുഷ്യൻ ഓസ്ട്രേലിയയിലേക്കും ജർമ്മനിയിലേക്കും അമേരിക്കയിലേക്കും ഒക്കെ കുടിയേറി പാർക്കുന്നത് തന്നെ അവൻ ഏറ്റവും നല്ല രീതിയിൽ ഇത് ലഭിക്കുന്നതിന് വേണ്ടി തന്നെയാണ്. അവന്റെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയാണ്. ഈ അപ്പം അല്ലെങ്കിൽ ഭക്ഷണം എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി പ്രശ്നമുള്ള കാര്യമാണ്. ഇത് പലയിടത്തും അടിയുണ്ടാക്കിയിട്ടുള്ളൊരു കാര്യം തന്നെയല്ലേ? നമ്മൾ കഴിഞ്ഞിടയ്ക്കാണ്ട് പപ്പടം കൊടുക്കാഞ്ഞതിന്റെ പേര് കൂട്ടത്തല്ലായിരുന്നു. പെണ്ണുകുഞ്ഞിന്റെ കൂട്ടരും ചെറുക്കന്റെ കൂട്ടരും മണവാളിന്റെ കൂട്ടരും മണവാട്ടിയുടെ കൂട്ടരും അടിച്ച് തലതല്ലി പൊട്ടിച്ചു അല്ലേ? വിളമ്പന്തയിൽ ഒരു ഐറ്റം കുറഞ്ഞു പോയാൽ അവിടെ അടി നടക്കും അല്ലേ? വേണ്ട രീതിയിൽ ആതിഥേയത്വം കൊടുക്കുന്നതിൽ നമ്മൾ കുറവ് വരുത്തിയാൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ഇവിടെ ഭക്ഷണം ഏതൊരു കാലഘട്ടത്തും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ്. നമ്മളൊരാളെ ആതിഥേയത്വം കൊടുത്ത് വിളിക്കുമ്പോൾ ഇപ്പം നമ്മൾ ചിലപ്പോൾ ചിലയിടത്തൊക്കെ ചെല്ലുമ്പോൾ സ്ത്രീകളൊരു 34 കൂട്ടം സാധനം ഉണ്ടാക്കി വെച്ചാലും വിളമ്പി കഴിയുമ്പോൾ പറയും, എന്താ അച്ഛാ ഒന്നും ഞങ്ങൾക്ക് സമയമൊന്നും കിട്ടിയില്ല, ഉണ്ടാക്കാൻ പറ്റിയില്ല. അതവരുടെ സ്നേഹം കൊണ്ടൊക്കെ അവർ പറയുന്ന അല്ല, മറ്റൊന്നുമല്ല. അപ്പൊ നമ്മളൊരു അതിഥി വന്നാൽ നമ്മളെ കൊണ്ട് മാക്സിമം നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന സ്നേഹവും കരുതലും ഭക്ഷണത്തിലൂടെ കൊടുക്കും. സാധാരണ നമ്മൾ പറയാറുണ്ട്, ഭാര്യമാര് യഥാർത്ഥമായിട്ട് ഭർത്താവിന്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ഹൃദയത്തിലൂടെ മാത്രമല്ല ഭർത്താവിന്റെ വയറിലൂടെയും പ്രവേശിക്കണമെന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ എന്നാണ്? നല്ല രുചികരമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ മാത്രമേ നമുക്ക് അവർക്കുടെ ഒരു സന്തോഷവും സ്നേഹവും ഒക്കെ നിലനിർത്തി കൊണ്ടുപോകുവാൻ സാധ്യമായിട്ട് തീരുകയുള്ളൂ.
അവിടെ ഭക്ഷണത്തെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ വിശുദ്ധ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ മരുഭൂയാത്രയിൽ ഇസ്രായേൽ മക്കൾക്ക് പല പ്രശ്നം ഉണ്ടാകുന്നവർ ഭക്ഷണമായിട്ടുള്ള ബന്ധത്തിലാണ്, അല്ലേ? മുമ്പോട്ട് പോകുമ്പോൾ അവർക്ക് അപ്പമില്ല, പ്രശ്നം. ഉടനെ മന്ന വരുന്നു, അല്ലേ? ഇറച്ചിയില്ല. കുറച്ച് കഴിയുമ്പോൾ അവർ പറയുന്നു, ഓ മോശ എന്നാ പണിയാ കാണിച്ച്, മിസ്രൈമിലെ ഇറച്ചിക്കലത്തിന്റെ ഇറച്ചിയൊക്കെ എന്നാ രുചിയായിരുന്നു, അല്ലേ? ഫറവോന്റെ അവിടെ കിട്ടിയ ഇറച്ചിയായിരുന്നു, ഇറച്ചി എന്നാ ഒലത്തായിരുന്നു, അല്ലേ? ഓ അതിൻ്റെ ഒരു സുഖം എന്ന് പറയുന്നത് എന്നാണ്, ബീഫ് കറി എന്നൊക്കെ പറഞ്ഞാൽ, അല്ലേ? ഇപ്പം ഈ നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ എടുക്കുമ്പോൾ എവിടെയെല്ലാം ഇതൊക്കെ ഉണ്ടോ ഇതെല്ലാം ഇങ്ങനെ ഇട്ട് റേറ്റിംഗ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? ഇവർക്ക് സ്വാതന്ത്ര്യമൊക്കെ കിട്ടി ഇവർ യാത്ര തുടരുന്നുണ്ടെങ്കിലും ഇപ്പോഴും മിസ്രൈമിലെ ചട്ടിക്കകത്തെ ചാറിൻ്റെ കാര്യവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ ജനതയുടെ പ്രശ്നം എന്ന് പറയും. അവർക്ക് ലഭിച്ച സ്വാതന്ത്ര്യമല്ല, അവർക്ക് തിരിച്ചു കിട്ടിയ ഐഡന്റിറ്റി അല്ല അവർക്ക് വലുത്, അവർക്ക് ലഭിക്കാൻ പോകുന്ന വാഗ്ദത്ത ദേശമൊന്നുമല്ല. ഇപ്പോഴും നമ്മൾ ആ ഇറച്ചിപ്പാത്രത്തിന്റെ രുചിയുടെ കാര്യങ്ങൾ പറഞ്ഞ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുന്ന അനുഭവത്തെക്കുറിച്ചാണ് ഇവിടെ പറയുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നത്. വിശപ്പ് എന്ന് പറയുന്നത് തീ പിടിക്കുന്ന ഒരു കാര്യമാണ്. ഇത് പിശാചിനെ കൃത്യമായിട്ട് അറിയാം. കാരണം 40 ദിവസം ഉപവാസം കഴിഞ്ഞിട്ട് നിൽക്കുക. അപ്പൊ നമുക്ക് 3 നേരം കഴിച്ചിട്ടും കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ഒരു അവസ്ഥ ചില സമയത്ത് വലിയ കഷ്ടമാണ് എന്ന് പറയുന്ന പോലെയാണ് ഇവിടെ എന്താണ് സംഭവിക്കുന്നത്. ഈ വിശപ്പ് എന്ന് പറയുന്ന ആളിപ്പിടിക്കുന്ന സാധനത്തിന്മേൽ കർത്താവിന് മുമ്പിൽ പരീക്ഷകൻ പിശാച് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ച് കർത്താവിനെ വശംവദനാക്കുവാൻ, ഈ ആസക്തിയിലേക്ക് കൊണ്ടുവരുവാൻ, കർത്താവിനെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ച് കർത്താവിന്റെ ലക്ഷ്യത്തെ തന്നെ തകിടം മറിച്ച് കളയുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നതാണ് ഈ ഭാഗത്ത് നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ ചില കാര്യങ്ങളിലൊക്കെ പലരും മടിയറവ് പറഞ്ഞ ഒരു രംഗം. നമുക്ക് ഇഷ്ടംപോലെ സഞ്ചാര സുവിശേഷകരുണ്ടായിരുന്നൊരു സഭയാണ്. അവരൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല, കർത്താവിൻ്റെ വചനവുമായിട്ട് ഭൗതികമായിട്ടൊന്നും കിട്ടിയിട്ടല്ല. അവർ വീട് തോറും കയറി ഇറങ്ങി പട്ടണങ്ങളിൽ ചെന്ന് വചനം, ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നതാണ് പല ഭാഗങ്ങളിലും നമുക്ക് കാണുവാൻ സാധ്യമായി തീരുന്നത്. എന്നാൽ ഇന്ന് സുഗലോലുപതയുടെ ഒരു കാലഘട്ടത്തിലൂടെ മുമ്പോട്ട് പോകുന്ന സാഹചര്യങ്ങളാണ് പലയിടങ്ങളിലൊക്കെ നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കുന്നത്. അവിടെ കർത്താവ് പരീക്ഷയെ അഭിമുഖീകരിക്കുന്നത് ആത്മാവിൻ്റെ ബലത്തിലും ഉപവാസത്തിലുമാണ്. നമ്മുടെ പിള്ളേരൊക്കെ എങ്ങനെയാണ് പരീക്ഷയെ അഭിമുഖീകരിക്കുന്നത്? ചിലരെയൊക്കെ പരീക്ഷയ്ക്ക് പോകുന്നതിന് വേണ്ടി പിടിച്ചാൽ മതി, തുണ്ടുപേപ്പറൊക്കെ എവിടെ ഇരിപ്പുണ്ടെന്ന് ചോദിച്ചാൽ മതി, പോയി എടുക്കുകയാണ്. ഇപ്പം വലിയ പ്രത്യേക രീതിയിലൊക്കെയാണ്. ഇവിടാണോ ഇരിക്കുന്നത്, അല്ലേ? ചെരുപ്പിന്റെ അടിയിലാണോ ഇരിക്കുന്നത്, പോക്കറ്റിലാണോ, ഇനി വേറെ സാധനങ്ങളുണ്ടോ, അല്ലേ? ഇങ്ങനെയാണ് ചിലരൊക്കെ പരീക്ഷയെ അഭിമുഖീകരിക്കുന്നത്, അല്ലേ? ലോകത്തിന്റെ പരീക്ഷകളെയൊക്കെ ചിലർ അഭിമുഖീകരിക്കുവാൻ ശ്രമിക്കും. എന്നാൽ കുഞ്ഞുങ്ങൾ നല്ലതായിട്ട് പഠിച്ചിട്ട് പരീക്ഷ എഴുതുന്നവരുമുണ്ട്, അല്ലേ? എന്തിനു പറയുന്നത്, നമ്മുടെ സൺഡേ സ്കൂളിൽ പോലും വന്നിരുന്ന് കോപ്പി അടിക്കുന്ന പിള്ളേരാണ്. ഇത്രക്കോളം സാക്ഷ്യമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ, അല്ലേ? എന്താണ് ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു ദർശനം എന്ന് പറയുന്നത്? പരീക്ഷയെ അഭിമുഖീകരിപ്പാൻ തക്കവണ്ണം ആത്മാവിന്റെ ബലത്തിൽ ആശ്രയിക്കുന്ന തമ്പുരാൻ ഉപവാസത്തിലാണ് കർത്താവ് പരീക്ഷയെ അഭിമുഖീകരിക്കുന്നത്. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ തിന്മയുടെ ശക്തികൾ മാറിപ്പോകില്ല എന്നുള്ളതാണ് ഇവിടെ പറയുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സുവിശേഷകരായിട്ട് പ്രവർത്തിച്ച അനേകരുടെ അനുഗ്രഹം അവർ കയ്യിലും നെറ്റിയിലും ഒക്കെ പ്രാർത്ഥനയുടെ തഴമ്പ് വീണ ആത്മീയ ആചാര്യന്മാരാണ്. നമ്മൾ ഈ കുമ്പിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമുക്കിപ്പോൾ പീഡാനുഭാരത്തിൽ തുടങ്ങുന്ന ഒരു ശുശ്രൂഷയല്ല ശരിക്കും നമ്മുടെ സഭയുടെ ചില പിതാക്കന്മാരെ നമ്മൾ കണ്ടാൽ അവരുടെ മുട്ടിൽ ഭയങ്കര തഴമ്പാണ്, കയ്യിലുണ്ട്, നെറ്റിയിലുണ്ട്. മുസ്ലിം സഹോദരങ്ങളെ കാണുമ്പോൾ നിസ്കാര തഴമ്പ് നമുക്ക് കാണാം. 5 നിസ്കാരങ്ങൾ അവരുടെ പ്രാർത്ഥനയാണ്. നമുക്കെവിടാണ് തഴമ്പ്? ഇരുന്നിരുന്ന് ചിലടത്തൊക്കെ തഴമ്പ് വന്നിട്ടുള്ളതല്ലാതെ ഒരു പ്രാർത്ഥനയുടെ തഴമ്പ് നമ്മുടെ നെറ്റിയിലോ ഈ കരങ്ങളിലോ നമ്മുടെ മുട്ടിന്മേലോ ഒക്കെ നമുക്ക് കാണുവാനോ കാണിക്കുവാനോ ഉണ്ടോ പ്രിയമുള്ളവരെ? ഇത് പ്രാർത്ഥനയുടെ അനുഭവം കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം കൊണ്ട് തന്നെയാണ് യേശു കർത്താവ് വചനത്താലും ആത്മാവിൻ്റെ ബലത്താലും ഉപവാസത്താലും പ്രാർത്ഥനയാലുമാണ് പരീക്ഷയെ നേരിടുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. യേശു കർത്താവ് പറയുന്നുണ്ട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനവും കൊണ്ട് ജീവിക്കും. ബിഷപ്പ് അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ ഒരു മൃഗസമാനമായ ജീവിതമാണ് നമ്മുടേതല്ലേ. എന്നാൽ വചനാടിസ്ഥാനത്തിൽ ജീവിക്കുകയാണെങ്കിൽ ജീവിതം കുറച്ചുകൂടെ പ്രബുദ്ധമാണ് എന്നുള്ളതാണ് പറയുവാൻ ശ്രമിക്കുന്നത്. വചനാടിസ്ഥാനത്തിലുള്ള ജീവിതം പ്രബുദ്ധമായി തീരുന്നു. നമ്മൾ വിശപ്പിനനുസരിച്ച് മാത്രം ജീവിച്ചാൽ അത് മൃഗസമാനമായിട്ട് പോകുന്നു. ഈ കാലഘട്ടത്തിൽ വൈദ്യശാസ്ത്രം തന്നെ പഠിപ്പിക്കുന്നു, ഭക്ഷണം തന്നെ മരുന്നാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ്, അല്ലേ? ഇപ്പോൾ അനേക ഡയറ്റുകളിലേക്ക് പോവുകയാണ് ആളുകൾ. ഒത്തിരി ഡയറ്റുകൾ ഉണ്ട്, അല്ലേ? അതൊക്കെ അതിനെക്കുറിച്ച് അറിയാവുന്ന ആളുകൾക്കുണ്ട്. ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് പോകുന്നൊരു ഭക്ഷണ ക്രമീകരണം നമുക്ക് പല അസുഖങ്ങളും ഉണ്ടാക്കുന്നത് കൊണ്ട് പുതിയ ചില ഡയറ്റ് ഭക്ഷണ രീതികൾ, ഭക്ഷണ ക്രമീകരണങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിച്ച് തുടങ്ങി. നോമ്പ് പറയുന്നത് തന്നെ, നോമ്പിന്റെ സമയത്ത് സ്ഥിരമായിട്ട് 50 ദിവസവും കുമ്പളങ്ങ ജ്യൂസ് കുടിക്കുന്ന ആളുകൾ, നോമ്പിന്റെ സമയത്ത് 50 ദിവസവും
നമുക്കറിയാം നെല്ലിക്ക ജ്യൂസ് കുടിക്കുന്ന ആളുകൾ, നോമ്പിൻ്റെ ദിവസങ്ങളിൽ 50 ദിവസവും അങ്ങനെയുള്ള പല പല ക്രമീകരണങ്ങളിലേക്ക് പോകുന്ന ആളുകൾ. അതുകൊണ്ട് നമുക്ക് ശരീരത്തിന് ഒത്തിരി ഗുണമുണ്ടാകുന്നു എന്നുള്ളതുകൂടെ ഒരു സന്തോഷകരമായ കാര്യമല്ലേ. നമ്മളിങ്ങനെ 365 ദിവസവും ഒരു നിയന്ത്രണവുമില്ലാതെ ജീവിക്കുമ്പോൾ നമ്മളിൽ പലരും രോഗികളായി തീരുന്നു എന്നുള്ളതാണ് വാസ്തവമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിതം ക്രമീകരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് നോമ്പിൻ്റെ ഈ നാളുകളിൽ കർത്താവ് പറഞ്ഞതുപോലെ ചിലതിനോട് നോ പറയാൻ പറ്റണം, ചിലതിനോട് നോ പറയാൻ പറ്റണം. പ്രിയമുള്ളവരെ, ഇന്നൊന്നിനോട് നോ പറയുവാൻ സാധിക്കാതെ നമ്മളിങ്ങനെ കുത്തഴിഞ്ഞു വിട്ട ഒരു ജീവിതമായി മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതം സമൂഹത്തിൽ അവഹേളിക്കപ്പെടുന്ന അനുഭവത്തിലേക്ക് പോകുന്നു. ഒന്നാമത്തെ പരീക്ഷ ഞാൻ പറഞ്ഞല്ലോ. രണ്ടാമത്തെ പരീക്ഷ എന്നാണ് പറയുന്നത്? ജനമധ്യത്തിൽ നിന്റെ ശക്തി തെളിച്ച് അത്ഭുതം കാണിക്കണം. ജനമധ്യത്തിൽ നിന്റെ ശക്തി തെളിച്ച് അത്ഭുതം കാണിക്കണം. പിശാച് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദേവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി, നീ ദൈവപുത്രനെങ്കിൽ നീ താഴോട്ട് ചാടുക, നിന്നെക്കുറിച്ച് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവൻ നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളും. ചില പ്രകടനങ്ങളാണ് ആളുകളെ ആകർഷിക്കുന്നത്, അല്ലെ? ഒരു സിനിമ കാണുമ്പോൾ ഇരിക്കുമ്പോൾ നമുക്കറിയാം, മെയിൻ നടൻ വരുമ്പോൾ ഒരു മാസ് എൻട്രി, തിയേറ്റർ മുഴുവൻ അലറി വിളിക്കും, അല്ലെ? അതൊരു വല്ലാത്ത പ്രകമ്പനം കൊള്ളുന്ന ഒരു രംഗമാണ്. ഇവിടെ യേശു കർത്താവിനോട് പറയുകയാണ്, ഇങ്ങനൊന്നും പോയാൽ പോരാ, നിന്റെ ഒരു പ്രവേശനം ഒരു മാസ് എൻട്രി ആയിക്കൊള്ളട്ടെ, നീ ചില മാജിക് ഒക്കെ കാണിച്ചാട്ടെ, നീ ചില വിസ്മയത്തിന്റെ കാഴ്ചകൾ സൃഷ്ടിച്ചാട്ടെ, നിന്റെ ജീവിതത്തെ മറ്റുള്ളവരിലേക്ക് ആകർഷിക്കുവാൻ തക്കവണ്ണം ഇത് പ്രധാനപ്പെട്ട കാര്യമാണ് എന്നുള്ളതാണ് ഇവിടെ പറയുവാൻ ശ്രമിക്കുന്നത്. ലഭിക്കുന്ന അധികാരം ലഹരിയായി മാറ്റിക്കൊണ്ട് ആ അധികാരം ഉപയോഗിച്ച് മറ്റുള്ളവന്റെ മേൽ കുതിര കയറുവാൻ ശ്രമിക്കുന്ന ഭരണ സമൂഹങ്ങളുള്ള ഈ ഒരു കാലഘട്ടത്തിൽ കർത്താവ് ഈ പിശാചിനോട് പറയുവാൻ ശ്രമിക്കുന്നത്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുള്ളതാണ് പറയുന്നത്. അത്ഭുതം കാണിക്കാൻ പറയും. ഒരിക്കൽ ഒരു ജന്മിയും കാര്യസ്ഥനോടെ യാത്ര ചെയ്യുക. കാര്യസ്ഥന് ജന്മിയെ കൊണ്ട് എന്തെങ്കിലും കാര്യം സാധിക്കണം, അതുകൊണ്ട് അയാൾ പറയുന്നതെല്ലാം കേൾക്കും. ഒരു PR വർക്ക് പോലെയാണ് ഈ കാലഘട്ടം. അപ്പോൾ ജന്മി പറഞ്ഞു, ഈ തെങ്ങിന്റെ മുകളിൽ കിടക്കുന്ന മാങ്ങ എല്ലാം വിളഞ്ഞു കിടക്കുകയാണല്ലോ, അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് പറിക്കണം. അപ്പൊ കാര്യസ്ഥൻ പറഞ്ഞു, അങ്ങൊന്ന് പറഞ്ഞത് ശരിയാണ്, മാങ്ങ എല്ലാം എത്രയും പെട്ടെന്ന് പറിച്ച് ഞാൻ ഇന്ന് തന്നെ പഴിപ്പിക്കാൻ വെക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ പറമ്പിൽ വേറെ ചില തെങ്ങിന്റെ പുറത്തും മാങ്ങ ഒത്തിരി പഴുത്ത് കിടക്കുന്നുണ്ട്, അതുകൂടെ ഞാൻ പറിച്ചു വെക്കുന്നു. ചില ആളുകൾ ഇങ്ങനെയാണ്, മുഖസ്തുതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാര്യസാധ്യത്തിന് വേണ്ടി. ചില സത്യങ്ങൾ വിളിച്ചു പറയുവാൻ പലപ്പോഴും മടിയാകുന്ന ഒരു കാലഘട്ടമാണ്. അപ്രിയമാണ് സത്യങ്ങൾ പറയുക എന്നുള്ളത്, അല്ലേ? ഇങ്ങനെയുള്ള ചില സ്തുതിപ്പിന്റെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ യേശു കർത്താവ് പറയുവാൻ ശ്രമിക്കുന്നത് എന്താണ്? എൻ്റെ ഈ ശുശ്രൂഷ എന്ന് പറയുന്നത് ഇതൊരു ദാസ്യ ശുശ്രൂഷയാണ്. അധികാരമുള്ള ഞാൻ ഒരു അധികാരവും ഇല്ലാത്തവനായിട്ടാണ് ഈ പീഡാനുഭവ നാളുകളിൽ ഈ പരസ്യ ശുശ്രൂഷയുടെ സമയത്ത് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് എന്നുള്ളതാണ് യേശു പരീക്ഷകനോട് പറയുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നത്. അതുകൊണ്ട് ദുഃഖ വെള്ളിയാഴ്ചയുടെ ഒരു ധ്യാനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇതിൻ്റെ ഒരു മൂർധന്യാവസ്ഥ നമുക്ക് കാണുവാൻ സാധ്യമായിട്ട് തീരും. കർത്താവിൻ്റെ മേല് ഈ അധികാരത്തിന്റെ പ്രയോഗം ആ ഒരു കാലഘട്ടത്തിലെ സമൂഹം നടത്തുന്നു എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം എന്ന് പറയുന്നത്. എല്ലാത്തിനും പരമാധികാരി ദൈവമാണ് എന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യജമാന്മാരെ, നിങ്ങൾക്കും സ്വർഗത്തിലൊരു യജമാനനുണ്ട് എന്ന് ഓർത്ത് കൊള്ളണം. അതാണ് പറയുവാൻ ശ്രമിക്കുന്നത്. രണ്ടാമത്തെ പരീക്ഷ ചില പ്രകടനങ്ങളിലൂടെ ജനത്തെ ആകർഷിച്ച് ഞാൻ മശിഹ ആണ് എന്ന് പ്രഖ്യാപിക്കുവാനാണ് സാത്താൻ പറയുന്നത്. മൂന്നാമത്തെ പരീക്ഷ, നീ എൻ്റെ മുമ്പിൽ സാത്താന്റെ മുമ്പിൽ കുമ്പിട്ടാൽ എല്ലാം നിനക്കുള്ളതാണ്. ഒരു സാത്താനിക ആരാധനയെ പ്രോത്സാഹിപ്പിക്കുവാനാണ് സാത്താൻ ഇവിടെ ശ്രമിക്കുന്നത്. സാറ്റാനിക് വർഷം ഇന്ന് അതിൻ്റെ ഒരു കാലഘട്ടം. ഇന്ന് തിരിച്ചെറുപ്പക്കാരായി അതിൻ്റെ പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ? പിശാചിനെ ആരാധിക്കുകയാണ്. നമ്മുടെ വിശുദ്ധ മാമോദീസ ശുശ്രൂഷയിൽ നമ്മൾ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് പറയുന്നുണ്ട്, ഒന്നുകിൽ മിശിഹായെ സ്വീകരിക്കുന്നു, പിശാചിനെ തള്ളിക്കളയുന്നു. അന്ന് പോലെ നമ്മൾ തുടങ്ങിയതാണ് കർത്താവിനെ ആരാധിപ്പാൻ. കുഞ്ഞിനെ നമ്മൾ കരങ്ങളിലെടുത്ത് ചേർത്ത് പിടിച്ച് തുടങ്ങുന്ന ഈ സഭയുടെ പാരമ്പര്യം പലപ്പോഴും നമുക്ക് മനസ്സിലാകുന്നില്ല. നിസ്സാര കാര്യങ്ങളെ പറയും, ഇതൊക്കെ തള്ളിപ്പറഞ്ഞ് നമ്മൾ പോവുകയാണ്. അന്ന് മുതൽ നമ്മുടെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് നമ്മൾ പറഞ്ഞതാണ്, ഈ പിശാചിനെ തള്ളിപ്പറയാണ്. സാത്താനി ആരാധനയ്ക്കല്ല എൻ്റെ കുഞ്ഞിനെ കൊടുക്കുന്നത്, മശിഹായിക്ക് വേണ്ടിയാണ്. എൻ്റെ കുഞ്ഞ് മശിഹായ്ക്ക് വേണ്ടിയാണ്.
ഇതിന് ഈ ദർശനത്തിന്റെ ആഴമൊന്നും അറിയാനുള്ള ബോധം ഇപ്പോഴും പലർക്കും ആയിട്ടില്ല എന്നുള്ളതാണ് സങ്കടം. നമ്മൾ പോവുകയാണ്, ചില ആരാധനകളിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നാൽ ഈ സൂംബോ ഡാൻസ് പോലാണ് ഇപ്പോഴത്തെ ഒരു ഡാൻസ്. ചില ഓഡിറ്റോറിയത്തിലൂടെ പോയാൽ മതി, സൂംബോ ഡാൻസിനേക്കാളും കഷ്ടമാണ്. ഞാൻ കളിയാക്കുന്നില്ല, വാസ്തവം. DJ പാർട്ടിയാണ് ചില ആരാധന എന്ന് പറഞ്ഞ് നടത്തുന്നത്. ഇങ്ങനെ ഇരുന്ന് ഒരു ആത്മീയമായ ഒരു ഉന്മാദത്തിലേക്ക്, ഒരു ഭ്രാന്തിലേക്ക് ജനത്തെ കൊണ്ടുപോവുകയാണ് അല്ലെ. ആരാധിച്ച് ഇറങ്ങുമ്പോൾ വായിലിരിക്കുന്ന പഴയനേക്കാളും കഷ്ടമാണ് അല്ലെ. പേരേ ഉള്ളൂ സഹോദരൻ, സഹോദരി. സഹോദരൻ എന്ന് പറയുമ്പോൾ ഉദരത്തിലുള്ള അനുവരെയൊക്കെ മാത്രമാണ് പലപ്പോഴും നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കർത്താവിന്റെ മക്കൾ എന്ന നിലയിലാണ് നമ്മളെല്ലാം സഹോദരങ്ങളും സഹോദരികളും ആയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. പിശാച് പറയുകയാണ്, നീ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഈ കാണുന്ന ലോകവും ഇതിന്റെ എല്ലാ മഹത്വവും നിനക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നത്. ഇതൊരു കാലഘട്ടമാണ്. എന്താണ് പറയുന്നത്? നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, നീ ഒന്ന് പൊരുത്തപ്പെടണം. തിന്മകൾ മനസ്സിൽ വെച്ചുകൊണ്ട്, തിന്മകളുടെ മുമ്പാകെ കണ്ണടച്ചുകൊണ്ട് വിശുദ്ധിയുള്ള ദൈവത്തെ ആരാധിക്കണമെന്നുള്ളതാണ് സാത്താൻ പറയുന്നത്. ഒരു വിശുദ്ധിയുള്ള ദൈവത്തിന് സാധിക്കത്തില്ല അങ്ങനെ ആരാധിക്കാൻ. ഇന്ന് പലതും നമ്മൾ കണ്ണടയ്ക്കുന്നുണ്ട് അല്ലേ. പല അനീതി കാണുമ്പോൾ, അക്രമങ്ങൾ കാണുമ്പോൾ, ജീവിതത്തിന്റെ കൊള്ളരുതായ്മകൾ കാണുമ്പോൾ പലപ്പോഴും നമുക്ക് കണ്ണടയ്ക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ നമുക്ക് ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം സാധിക്കത്തില്ല. അതുകൊണ്ട് കർത്താവിന്റെ മാർഗം എന്ന് പറയുന്നത് വെറും അപ്പത്തിന്റെ മാർഗമല്ല, തന്റെ ജീവിതം തന്നെ, തന്റെ ശരീരം തന്നെ അപ്പത്തിന് പകരമായിട്ട് എടുത്ത് നുറുക്കി കൊടുക്കുന്നവനാണ്. ഇതാണ് യേശു അപ്പത്തിൽ നിന്നുള്ള നിയോഗത്തെ കുറിച്ച് പറയുന്നത്. ആവർത്തന പുസ്തകം തിരിച്ച് കർത്താവ് പറയുന്നു, ദൈവത്തിന് മുമ്പിൽ മാത്രമേ മുട്ടുകുത്താവൂ, അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് ഇവിടെ പറയുവാൻ ശ്രമിക്കുന്നത്. കാണുന്നതെങ്കിൽ കിട്ടുമെങ്കിൽ എന്നോത്തിന് മുമ്പിൽ വേണേലും മുട്ടുകുത്തുന്നവനായിട്ട് മാറും. ഓടി നടക്കുക, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, ഇവിടെ